പല്ലശ്ശന സ്വദേശിനിയായ 9 വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ കുട്ടിക്ക് പ്രായപൂർത്തിയായാൽ സർക്കാർ ജോലി നൽകണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഉത്തരവ്. സംസ്ഥാന ചീഫ് സെക്രട്ടറിക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ഉത്തരവ് നൽകിയത്. പല്ലശ്ശനയിലെ വിനോദ് പ്രസീത ദമ്പതികളുടെ മകൾ 4ാം ക്ലാസ്സുകാരിയായിരുന്ന വിനോദിനിക്ക് പാലക്കാട് ജില്ലാ ആശുപത്രി നൽകിയ ചികിത്സയിലെ പിഴവ് മൂലമാണ് കൈമുറിച്ചു മാറ്റേണ്ടി വന്നത്. ഇതിനാൽ കുട്ടിക്ക് വലുതായാൽ സാധാരണ പോലെ ജോലി ചെയ്യാനാവില്ല. ഇത് കണക്കിലെടുത്ത് സർക്കാർ ജോലി നൽകണമെന്നാണ് കമ്മീഷൻ ചെയർമാൻ വി മനോജ് കുമാറും അംഗം രാജേഷ് ഭാസ്കറും വിധിച്ചത്. കുട്ടിയുടെ ചികിത്സാ ചെലവും പഠനവും സർക്കാർ ഏറ്റെടുക്കണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. നേരത്തെ കുട്ടിയുടെ 21 വയസ്സുവരെയുള്ള പഠനച്ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതിയും ഉത്തരവിട്ടിരുന്നു. സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും കൃത്രിമക്കൈ വയ്ക്കുന്നതടക്കം ചെലവുകൾ ഇന്നത്തെ മുഖ്യമന്ത്രി മുൻ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശനാണ് വഹിച്ചത്. കുട്ടിക്ക് അടുത്തിടെ 5ാം ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങളും മറ്റ് പഠനോപകരണങ്ങളും മുഖ്യമന്ത്രി കളക്ടർ വഴി നൽകിയിരുന്നു. 2025 സെപ്റ്റംബറിലാണ് കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ വീണു പരിക്കേറ്റതും ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതും. 2 ഡോക്ടർമാരെ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.